ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? അങ്ങനെയല്ല, ഇപ്പൊ നിഖിലേന്റെ അടുത്തൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ നമ്മൾ പേടിക്കണം, കാരണം ടെറർ ഇന്റർവ്യൂ ആണ്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. അനുവിനെ കുറിച്ചാണെങ്കിലും ഹക്കീമിനെ കുറിച്ചാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ റൂമേഴ്സ് ഒക്കെ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടാവും അല്ലേ? അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്, അതിനോടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരെ പറ്റി എന്തൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നിഖിലെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. അതാ നിന്റെ വിഷമം. വിഷമമുണ്ടോ? വേറെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? രാവിലെ ഒന്നും കഴിച്ചില്ലേ? പോയി പണി നോക്കാൻ. ഉള്ളത് പറയട്ടെ. എല്ലാത്തിലും ഒരേപോലത്തെ എക്സ്പ്രഷൻ, ഒരേപോലെ മറ്റേ ദേഷ്യപ്പെടുന്നു, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് തന്നെ മാത്രമേ അറിയുള്ളൂ എന്നുള്ള ഒരു പൊതുവെ പേര് വന്നിരുന്നു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. എനിക്ക് നാണം വരില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് അറിയില്ല, എനിക്ക് നാണം വരാൻ ഊത് അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല, എല്ലാവരും അനുഭവത്തിൽ പഠിച്ചോളും. ഈ ഇന്റർവ്യൂന്ന് എനിക്ക് കിട്ടിയ ഒരു ടേക്ക് എന്താണെന്നറിയോ? ഇനി എന്തെങ്കിലും ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കും നിഖില വിമൽ വിവാഹിതയായെന്ന് പറഞ്ഞിട്ടൊരു സാധനം വരില്ലേ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇങ്ങനെ ആ വിവാഹ ദിനത്തിലേക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ച് നമുക്ക് നോക്കിയിരിക്കാം. കല്യാണം കഴിപ്പിക്കാൻ സ്വസ്ഥതയില്ല. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നിങ്ങൾ യൂട്യൂബ് അല്ലേ, നിങ്ങളൊരു മാട്രിമോണി. അപ്പൊ എനിക്ക് എന്റെ വീട്ടുകാർക്കില്ലാത്ത കൺസം വേറൊരാൾക്ക് വേണ്ട. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.